ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താ, ആദ്യം തന്നെ ഇങ്ങനെ ഫോട്ടോസ് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനും കുട്ടികളും മൂന്നാളും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോകാൻ പുറപ്പെട്ടതാണ്. അതായത് എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് കുട്ടി 2-3 ഫോട്ടോ എടുത്തതാണ് ചെറിയാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഹോം ടൗൺ കേട്ടോ. നമ്മൾ താമസിക്കുന്ന ടൗണ് വലിയ ടൗണൊന്നുമല്ല കേട്ടോ, ചെറിയ ടൗണാണ്. അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശരിക്കും 1 വർഷം 1.5 വർഷത്തോളമായിട്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ബസ് കിട്ടി. അങ്ങനെ ഞാനും മക്കൾ 2 പേരും ബസ് കയറി. ഞാൻ കുറച്ച് വീഡിയോസെല്ലാം ഇങ്ങനെ പോകുമ്പോൾ എടുത്തുകൊണ്ടുണ്ട് കേട്ടോ. അതായത് എനിക്ക് കുറച്ച് ക്രീമും ലോഷൻസും അങ്ങനെയൊക്കെ കുറച്ച് തീർന്നിട്ടുണ്ട്, അതെല്ലാം മേടിക്കണം. പിന്നെ കുട്ടികൾക്കാണെങ്കിലും കുറച്ച് അവരുടെ ക്രീമുകളാണെങ്കിലും അവരുടെ സൺസ്ക്രീൻ ആണെങ്കിലും എല്ലാം തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സൺസ്ക്രീനൊന്നും ഇല്ലാതെ തീരെ ആവില്ല, കാരണം അത്രയ്ക്ക് വെയിലാണ്. കുട്ടികൾ സ്കൂളിലെല്ലാം പോകുന്ന സമയത്ത് വെയിലത്ത് നല്ലോണം കളിക്കൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെട്ട് ഇവിടുന്ന് പോയതാട്ടാ. പോകുന്ന സമയത്ത് ഇത് മൂത്ത മോനെ എടുത്തതാട്ടാ ഒരു പിക്ക്, അത് ഞാനിതിൽ ആഡ് ചെയ്ത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മൂത്ത മോന് വേഗം മുഖം പൊത്തിയിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ അപ്പുറത്താണ് എൻ്റെ ചെറിയ മോനെ ഇരുന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് തന്നെ കുറേ ദിവസമായില്ല ഞാൻ ഈ ബസ്സിൽ പോകാതെ. അതുകൊണ്ട് തന്നെ ബസ്സിലിരിക്കുമ്പോൾ ചെറിയൊരു വോമിറ്റിംഗ് സെൻസേഷൻ എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാനിങ്ങനെ കൺട്രോൾ ആക്കിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എന്നും ഞാൻ ബസ്സിൽ തന്നെയാണ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നത്. പോക്കും വരവും ഒക്കെ ബസ്സിൽ തന്നെ ആയിരുന്നു, പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ 1.5 വർഷത്തോളമായി നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാതെ കേട്ടോ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു, ഞാനും കുട്ടികളും മാത്രമായിട്ട്. അപ്പോൾ നിയാസ്ക നമ്മൾ പോകുന്ന സ്ഥലത്താണ് നിയാസ്കക്ക് ഇന്ന് പണിയുള്ളത്. അപ്പോൾ നിയാസ്ക പറഞ്ഞു നിങ്ങൾ പുറപ്പെട്ടിട്ട് വാ, ഞാൻ പണിയെല്ലാം തീർത്തിട്ട് വരാം അങ്ങോട്ടെന്ന്. പിന്നെ എന്താ പറയുക, പോകുമ്പോഴത്തേക്ക് തന്നെ കുട്ടികൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പപ്പ നമുക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും മേടിച്ച് തരണമെന്ന്. അത് മുതലെടുപ്പാട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ വൈകുന്നേരം എന്തായാലും തിന്നിട്ടേ, സ്കൂൾ വിട്ട് വന്നപാട് അവരെന്തെങ്കിലും തിന്നും, എന്നാലും മുതലെടുക്കലാട്ടാ. അങ്ങനെ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. ഏകദേശം എൻ്റെ വീടിൽ നിന്ന് ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ, ഒരു നല്ലൊരു ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബേക്കറിയിൽ നോക്കിയിട്ട് എൻ്റെ മൂത്ത മോൻ പറയലായിരുന്നു, ഉമ്മ എപ്പോൾ ഉണ്ടാക്കിയ കേക്കാണെന്നറിയില്ല ഇതെന്നല്ലോ. പിന്നെ അങ്ങനെ നിയാസ്കയും വന്ന് പണിസ്ഥലത്ത് നിന്ന് അങ്ങനെ വന്നതാട്ടാ. അപ്പോൾ നിയാസ്ക പറഞ്ഞു എന്നെ കുറേ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന്. അങ്ങനെ നിയാസ്കയും കുട്ടികളും മസാല ദോശ തിന്നിട്ടാ. ഞാൻ പാനിപൂരിയാണ് തിന്നത് കേട്ടോ. അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉടുപ്പി ഹോട്ടലിൽ നിന്നാണ് വെച്ചാൽ ഞാൻ പിന്നെ ഹോട്ടലിൽ നിന്ന് അങ്ങനെ കഴിക്കില്ല, വെജ് ആയതുകൊണ്ട് അവിടെ കയറിയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിയാസ്ക ഒരു ട്രൈപോഡ് നോക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെന്താ പറയുക, കുറച്ച് പെയിൻ്റെല്ലാം മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന പാട് നിയാസ്ക പെയിൻ്റെല്ലാം മിക്സാക്കി അടിക്കാൻ തുടങ്ങുന്നുണ്ട്. കാരണം ഈ ഒരു ദിവസം തൊട്ടിട്ട് നമ്മൾ, അതായത് ഇന്നാണ് വീഡിയോ ഇടുന്നത്. നമ്മൾ ഈ വീഡിയോ ഞാൻ എടുത്തത് ഇന്നലെയാണ് കേട്ടോ, 20-ാം തീയതിക്ക്. അപ്പോൾ അന്ന് തൊട്ടിട്ട് തന്നെ നമ്മൾ നോമ്പിൻ്റെ ഒരുക്കങ്ങളെല്ലാം ആയി തുടങ്ങി. ഇപ്പോൾ 26-ാം തീയതി നമുക്ക് വറാത്ത് വരുമല്ലേ, അപ്പം തന്നെ നമുക്കൊരു വീട് വൃത്തിയാക്കലെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കരുതി ഏതായാലും നോമ്പിനാക്കണം, അപ്പോൾ പിന്നെ ആ ഒരു 15 ദിവസം ഗ്യാപ്പല്ലേ ഉണ്ടാവുള്ളൂ, ബറാത്തിന് തന്നെ ചെയ്തേക്കാന്ന്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇപ്രാവശ്യം വൈറ്റ് കളറായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ചുമരിൽ മൊത്തം എന്തൊക്കെ കളറാണ് കേട്ടോ, കുറേ കളർ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഫുള്ള് വൈറ്റ് അല്ല കേട്ടോ, ഒരു ഓഫ് വൈറ്റ്, ഒരു ലൈറ്റ് ക്രീമി ഷെയ്ഡിലാണ്. അതിനൊരു യെല്ലോ കളർ സ്റ്റൈനർ തന്നിട്ടുണ്ട്, അതും കൂട്ടി മിക്സാക്കിയാൽ നമ്മൾ ഉദ്ദേശിച്ച കളർ വരും കേട്ടോ. അപ്പോൾ നിയാസ്ക ഇവിടെ അടിച്ച് നോക്കുമ്പോൾ അത് ശരിക്കും കുറച്ച് കൂടുതൽ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമതും മിക്സാക്കിയിട്ട് അതെല്ലാം ശരിയാക്കിയിട്ട് നിയാസ്ക ഏകദേശം 2-3 മണി വരെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഡാർക്കുള്ള കളറ് നമ്മൾ, അപ്പോൾ ഇതാണ് രണ്ടാമത് മിക്സാക്കുന്നത് കേട്ടോ, ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത്രയും ഡാർക്ക് കളറ് നമ്മൾ വൈറ്റ് ആക്കണമെങ്കിൽ നല്ലോണം പാടുണ്ട് കേട്ടോ. അപ്പോൾ ആ കളറെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചുമരിൽ അടിച്ചിട്ടുള്ള കളറുകൾ കേട്ടോ. മൊത്തത്തിൽ എല്ലാ കളറും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുണ്ട് ചുമര്. അതിനെ വൈറ്റ് ആക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന 2 കോട്ട് അടിച്ചാൽ മതിയെന്ന്. പക്ഷേ അടിച്ച് കഴിയുമ്പോൾ നിയാസ്ക മൊത്തത്തിൽ ചുമരിൽ 3 കോട്ട് എന്തോ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് കുറച്ചൊരു കവറേജ് കിട്ടിയത്. അപ്പോൾ ഇതൊരു ഡാർക്ക് ബ്ലൂ, താഴെ ഒരു ലൈറ്റ് ബ്ലൂ, പിന്നെ ഇപ്പുറത്ത് ബർഗൻഡി, അതിൻ്റെ ഇപ്പുറത്ത് മസ്റ്റർഡ് യെല്ലോ, അങ്ങനെയൊക്കെയാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒരു കൂട്ട് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ തീരെ കവറേജ് കിട്ടുന്നില്ല കേട്ടോ.
പിന്നെ അടിച്ച് കഴിഞ്ഞിട്ട് വലിയൊരു രസം വന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിയാസ്ക്കാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളർ ഇനി അതിൻ്റെ മുകളിൽ അടിച്ചാൽ മതിയല്ലോ എന്ന്. അങ്ങനെ ഏകദേശം ഒരു 3-4 കോട്ട് അടിച്ചിട്ട് പിന്നെ ഒരു ക്രീമി ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പാവം നിയാസ്ക വൈകുന്നേരം കുറേ സമയം പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ, റമദാൻ ക്ലീനിങ് കേട്ടാ. റമദാൻ പറയില്ല, അത് തുടങ്ങിയിട്ടുണ്ട് നമ്മള്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബറാത്ത് ആവുന്നതിന് മുമ്പേ നമ്മൾ പെയിന്റെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിയാസ്ക പെയിന്റ് അടി തുടങ്ങിയിട്ടുണ്ട്. പെയിന്റ് അടിക്കുന്നുണ്ട് നിയാസ്ക. പിന്നെ മൊത്തത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചുമരെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ചുറ്റും എല്ലാം ഇതാ കുറേ കളറുകളാ. അതൊരു മസ്റ്റർഡ് യെല്ലോ, ഇതൊരു ലൈറ്റ് ബ്ലൂ, ബർഗൻഡി, പിന്നെ ഇപ്പുറത്ത് ഡാർക്ക് ബ്ലൂ, പിന്നെ ഇപ്പുറത്ത് ഇതാ കുറച്ച് യെല്ലോ. ഇവിടെ ഓടൊന്നും എടുക്കണ്ട, കുറച്ച് യെല്ലോ, ഇങ്ങനെയെല്ലാം ഉള്ളത് തന്നെ എടുക്കുക. അപ്പൊ അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മള് ഓരോരോ ചുമരിന് ഓരോരോ കളർ വെച്ചിട്ടെല്ലാം അടിച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നിയാസ്ക പറഞ്ഞ് വേണ്ട മൊത്തം വൈറ്റ് ആക്കാന്ന്. അപ്പൊ അങ്ങനെ നമ്മള് പോയി പെയിന്റെല്ലാം മേടിച്ച് വന്ന് ഇപ്പൊ നിയാസ്ക അടിക്കാൻ തുടങ്ങി. സമയം എത്ര നോക്കിപ്പോ ക്ലോക്ക് കാണിച്ചു കൊടുക്ക്. 9:45 കേട്ടോ. അപ്പോൾ എപ്പോഴും പണി വിട്ട് വന്നിട്ട് നൈറ്റ് ഇങ്ങനെ അടിച്ച് തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ സെക്കൻഡ് റൂം ഒന്നും അടിക്കുന്നില്ല അല്ലേ? അടിക്കണ്ട. നമ്മൾ അടുക്കളയും ഈ നടുക്കത്തെ റൂമും ഫ്രണ്ടിലും പിന്നെ ബെഡ്റൂം ഒന്ന് കളർ ചേഞ്ച് ആക്കണം അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം മൊത്തം ലൈറ്റ് കളറേ അടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അടിക്കുന്നത് കാണിച്ചു കൊടുക്കുന്ന വൈറ്റ്, അത് വൈറ്റ് ആക്കി എടുക്കാൻ നല്ല പാടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വീഡിയോ എടുക്കാൻ 2-3 ദിവസം വീഡിയോ എടുക്കാത്തതല്ല. പിന്നെ ഇന്ന് കുറച്ചു നേരം ലൈവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു, മെസ്സേജ് ആക്കി, കുറച്ചാൾ കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത് തന്നെ വേറൊരു ലൈവ് വരും ഇല്ല നിയാസ്ക? വേറൊരു ലൈവ് വരുന്നുണ്ട്. ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഇന്നത്തെ നൈറ്റ് ഫുഡ് എന്താണെന്നറിയോ? മീൻ പൊരിച്ചതും വഴുതനങ്ങ വറവും. അത് രണ്ടേ ഉള്ളൂ. നമ്മൾ പുറത്തെല്ലാം പെയിന്റെല്ലാം മേടിച്ചിട്ട് വരുമ്പോൾ കുറേ സമയം. പിന്നെ ഒരു ട്രൈപോഡ് നോക്കാനുണ്ടായി, അത് നോക്കി അങ്ങനെയെല്ലാം ആകുമ്പോൾ പിന്നെ സമയമായിപ്പോയി. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം വന്നിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ മോനെ വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ നമ്മളെ ന്യൂ സോഫ സെറ്റ് കാണിച്ചു കൊടുക്ക്. നല്ല മണമുണ്ട് പെയിന്റിന്റെ അല്ലേ? എഫക്റ്റ് ഒന്നും ആവില്ലല്ലോ നിയാസ്ക? നല്ല മണമുണ്ട്. നമ്മളെ പുസിക്കുട്ടനതാ മീനിന്റെ മണം കേട്ടിട്ട് ഓടി കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെ സോഫ സെറ്റിന്റെ പറഞ്ഞിട്ടില്ലല്ലോ, പുതിയ സോഫ സെറ്റ് ഒന്ന് മൊത്തത്തിൽ കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞു ബേബി വരുന്നത് പ്രമാണിച്ചിട്ട് ഒരു സോഫ സെറ്റും നല്ലൊരു ബെഡും അങ്ങനെ ഓരോരോ സാധനം മേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറേ പഴയ വസ്തുക്കളാണ് നമ്മളടുത്ത്, ബെഡ് അങ്ങനെയെല്ലാം ഉണ്ടായത് കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് മാറ്റി പുതിയതാക്കിയിട്ടുണ്ട്. പഴയ ബെഡ് കളഞ്ഞിട്ടൊന്നുമില്ല, ഒരു നല്ലൊരു പുതിയ ബെഡ് മേടിച്ച്. അതുപോലെ തന്നെ ഈ ഒരു സോഫ സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്കവാറും എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന വീഡിയോ എല്ലാം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ടായിരിക്കും വീഡിയോ എടുക്കുക. പിന്നെ എനിക്ക് ഇരിക്കാനും നല്ല കംഫർട്ടബിൾ ഉണ്ട്. ഇതാ സ്ക്രീനെല്ലാം അയച്ച് മാറ്റി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ വിശേഷം? ഒന്നുമില്ല. നിയാക്ക് എക്സാം തുടങ്ങാനായി. മാർച്ച് 11 അല്ലേ നോമ്പ് തുടങ്ങുന്നല്ലേ? ഫസ്റ്റ് നോമ്പിന് നിയാക്ക് ഫൈനൽ എക്സാം ആണ്. 9th ഇപ്രാവശ്യം പബ്ലിക് എക്സാം ആണ്. പഠിക്കുന്നുണ്ടോ നിയ? പഠിക്കുന്നുണ്ടല്ലേ? അങ്ങനെ. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ ആണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. വോമിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഞാനൊരു പെയിൻ സ്റ്റാർട്ടായിട്ടുണ്ടായി, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, അതെല്ലാം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇപ്പോൾ കുറേ കുറവുണ്ട് പെയിനെല്ലാം. ഇപ്പോൾ കുറച്ച് ഓക്കെ അല്ലേ? ഛർദിയില്ലേ?
ഛർദിയില്ല. എൻ്റെ പണികൾ സ്വന്തം എനിക്ക് എടുക്കാൻ പറ്റുന്നു. ഇന്ന് മൊത്തം അടിക്കുമോ? ഏ 9 മണിയല്ല, 9:45. ഫുള്ള് ചുമരെല്ലാം ബടുക്കായിട്ടുണ്ടല്ലേ, ബാതിലും എല്ലാം. അപ്പൊ ബാതിലിന്റെ വൈറ്റ് കളറെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഏതാ കളർ അടിക്കുന്നത്? അല്ല, നിങ്ങൾ ഒരു ചിറ്റ് വരുമ്പത്തേക്ക് ഒരു ചിറ്റ് ഉണങ്ങൂലേ? ജനലടച്ചിടി. നമ്മളെ ജനലെല്ലാം പറ്റ മോശമായിട്ടുണ്ടല്ലേ. ഇതാ ഇങ്ങനെല്ലാം കളറുള്ളത്, ഇതെല്ലാം മാറ്റണം. അതിൻ്റെ ഉള്ളിൽ മാത്രം ഒരു ലൈറ്റ് ബ്ലൂ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, നല്ല, അത് കുഴപ്പമില്ല അല്ലേ? ഉള്ളത്തെ സെക്കൻഡ് റൂമത്തെ അത് വൃത്തിയുണ്ട്. പിന്നെ ആ ബെഡ്റൂമിൽ നമ്മൾ ഈ സ്ക്രീനിൻ്റെ അതേ കളർ തന്നെ, ബർഗണ്ടി കളർ അടിച്ചിട്ടുള്ളത്. പിന്നെ നിയാൻ്റെ വിശേഷം തന്നെയാ? ഒന്നുമില്ല. ഉറക്കം വരുന്നുണ്ടാ? പിന്നെന്താ ഭയങ്കര ടെൻഷനിൽ ഇരുന്നിട്ടുള്ളേ? അങ്ങനെയെന്ന് പറഞ്ഞാൽ എക്സാം ടെൻഷനാ? നാളെ മദ്രസിൽ ടെസ്റ്റ് എന്തോ ഇല്ലേ? പഠിച്ചാ? ഓക്കെ. ഇപ്പോൾ ഇതിവിടെ ബാമ്പു വെച്ചിരുന്ന് എൻ്റെ പാണ്ട അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പുതിയ സോഫ സെറ്റ് 6 സീറ്റർ, നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ സമയം ഞാൻ ഒരു കാര്യം പറയലുണ്ട്, നമുക്ക് സ്വന്തം വീടായിട്ട് മതി മേടിക്കല്, നല്ല നേസ്ക. ഒച്ചയില് കേക്കുന്നില്ല. എങ്ങനെ അപ്പോൾ നിയാസ്കറിന് സ്വന്തം വീടാവുന്നവരൊന്നും കാത്തിക്കണ്ട, ഓരോന്ന് ആവശ്യമുള്ളത് മേടിക്കാന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു നല്ലൊരു ഡൈനിങ് ടേബിളും കൂടി മേടിക്കാറുണ്ട്. പക്ഷെ ഇന്ന് പോയിട്ട് നല്ലൊരു വുഡൻ്റെ ഗോദ്രേജ് നോക്കിയിട്ട് വന്നു കേട്ടാ. ഇൻഷാ അള്ളാ ചിലപ്പോൾ ഞായറാഴ്ച കൊണ്ടുവരൂ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ സോഫ സെറ്റ് നമ്മൾ പർച്ചേസ് ആക്കുന്ന സമയത്ത് കുറേ വീഡിയോ എടുക്കാമെന്നെല്ലാം വിചാരിച്ചതാ. പക്ഷെ അന്ന് നല്ല തിരക്കായിരുന്നു അല്ലേ? അങ്ങനെ അപ്പോൾ എനിക്ക് ആശയായിരുന്നു ഇതിൻ്റെ മെറൂൺ കളർ കിട്ടണമെന്ന്. നോക്കുമ്പോൾ ഇന്ന് ചോദിച്ചാൽ മതിയായിരുന്നല്ലേ മെറൂൺ കളർ ഉണ്ടാകുന്നല്ലേ. പിന്നെ ഈ ഒരു ബ്ലൂ കിട്ടി, നെവി ബ്ലൂ. അത് നല്ലുണ്ട്, കുഴപ്പമില്ല. ഞാനൊരു ആയി പറ. വിശക്കുന്നുണ്ടാ? ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ചോറ് വയ്ക്കാൻ പോവുക. നിയാസ്ക്ക് എപ്പോൾ വയ്ക്കുന്നുണ്ടാ? പിന്നെ വയ്ക്കുമോ? മാഗി എന്താക്കുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ വറവായപാട് ഞാൻ വയ്ക്കും. അതായിരിക്കാം ഗാന്ധിജിയാ. അത് പെയിന്റ് തന്നെയാണ്, പ്രൈമർ വേറെ. അത് ഉള്ളിൽ ചെയ്യുന്നുണ്ട് വേണ്ട. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെ എടുത്തതാട്ടോ. അനിയാസ്ക്ക് 3 മണി വരെ ഫുള്ള് പെയിൻ്റഡ് ആയിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടാ, കാരണം കുറേ ദിവസമായിട്ട് എനിക്ക് ഉറക്കമുണ്ടായിട്ടില്ല. അപ്പോൾ നല്ലോണം ഉറങ്ങിയിട്ടാ ഞാൻ. പിന്നെ നിയാസ്ക തറയെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് പിറ്റേന്ന് രാവിലെ ഞാനെല്ലാം തുടച്ച് വൃത്തിയാക്കി നീറ്റായിട്ട് വെച്ചതാട്ടാ. പിന്നെ ഈ ഒരു സൈഡിലൊന്നും അടിച്ചിട്ടില്ല കേട്ടാ. ആ ഒരു സൈഡ് തന്നെ 4-5 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, 3-3:30 വരെ നിയാസ്ക പെയിൻ്റഡ് തന്നെ ആയിരുന്നു. അപ്പോൾ ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഒരു പ്യൂർ വൈറ്റിലേക്ക് വന്നിട്ടില്ല. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് കളറും കിട്ടിയില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ കളറിൻ്റെ ആ ഒരു ലുക്ക് വരുന്നുണ്ട് കേട്ടോ.